ആരായിരുന്നു എപ്പോഴത്തെയാ? അല്ല എന്നെ ഓർമ്മയില്ലേ? ഞാന് പിന്നെ ഒരു 3-4 ദിവസം മുന്നേ ചേട്ടന്റെ അടുക്ക അളവെടുക്കാൻ വന്നിട്ടില്ലേ? ഓ, ആ ആ ആ. മറ്റേ സാരി എന്റെ മുകളിൽ തന്നെ കട്ട് ചെയ്തിട്ട് ബ്ലൗസ് അടിക്കണ്ട അല്ലേ? ആ അതന്നെ. ആ, ലൈനിങ് ഈ ബ്ലൗസ് അപ്പൊ അടിച്ചേ. ആ ആ, എന്താ അതന്നെ. പറ്റിയേ? അപ്പൊ അത് തയ്ച്ചിട്ട് നോക്കുമ്പോ ആ, എനിക്ക് ടൈറ്റ്, മുന്നിലത്തെ കുടുക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. ആ, ഇതിനകത്ത് എവിടെ മുകളില് ഇത് ആണോ ടൈറ്റ്? അല്ല, നടുക്ക് നടുക്ക് ഇങ്ങനെ വരുന്ന ഭാഗം. നടുക്ക് വരുന്ന ഭാഗം. ഈ ആ, താഴത്തെ അരേന്റെ ആ ഭാഗം, വയറിന്റെ ഭാഗം കണക്കാണോ? വയറിന്റെ ഭാഗം മാത്രം കണക്കാണ്, അതിന്റെ മുകളിലത്തെ കുടുക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. അല്ല, ആ ഹുക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാനന്ന് നല്ല കറക്റ്റായിട്ട് അളവ് എടുത്തിനല്ലോ. പിന്നെ ഇത് നീ അളവെടുക്കുമ്പോ ഇങ്ങനെ ശരിക്കും കാണിച്ചു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. അല്ല, ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ലൂസാക്കി പിടിക്കണം അളവെടുക്കുമ്പോ. അപ്പൊ ചേട്ടനൊന്ന് പണിയെടുത്ത് അമർത്തി പിടിച്ചിട്ട് അളവെടുത്തു. അല്ല, അത് നിങ്ങൾക്ക് നെഞ്ച് നല്ല വണ്ണം കൂടുതൽ, അതുകൊണ്ടല്ല ഞാൻ കുറച്ച് ഒതുങ്ങിക്കൂട്ടി വെച്ചിട്ടാ നല്ലോണം അമർത്തിയിട്ട് അളവെടുത്തത്. അത് നല്ല വൃത്തിക്ക് അമർത്തിയിട്ടാണല്ലോ, അമർന്ന് നിൽക്കേണ്ട രീതിയിലാണല്ലോ ഞാനത് തയ്ച്ചത്. അല്ല, അമർത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ടൈറ്റ് ആയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് മുന്നിൽ ഇങ്ങനെ പൊക്കിയിട്ട് അടിക്കണം. മുന്നിൽ അങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ലേ ഇപ്പൊ? പൊങ്ങി നിൽക്കുന്നില്ല ഇപ്പൊ. ഇപ്പൊ അമർന്നിട്ടുള്ളത്. അല്ല, ഞാൻ അളവെടുക്കുമ്പോ അതെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയല്ലോ എടുക്കുന്നത്. അധികം അമർത്തിയിട്ടല്ലല്ലോ എടുക്കുന്നത്. കുറച്ച് ലൂസൊക്കെ ഉണ്ടല്ലോ. അല്ല, ചേട്ടനോട് ഞാൻ പറഞ്ഞു അളവെടുക്കുമ്പോ ചേട്ടൻ കേട്ടിട്ടില്ലേന്ന് സംശയമുണ്ട് എനിക്ക്. അല്ല ചേട്ടൻ ആ അല്ല, ചേട്ടനോട് ലൂസാക്ക് പറയുമ്പോ ചേട്ടൻ അമർത്തി അമർത്തി പിടിക്കുന്നു. അല്ല, അത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല വണ്ണം കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് ഒതുങ്ങിക്കൂട്ടെ, നല്ല സാരിയൊക്കെ കൊടുത്ത ഒരു സ്റ്റൈല് വേണ്ട, ഒരു ഷേപ്പ് ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് അമർത്തി, ബ്ലൗസ് കുറച്ച് ടൈറ്റിൽ അമർത്തിയിട്ട് അളവെടുത്താലേ നല്ല ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചത്. അല്ല, അമർത്തിയിട്ട് അളവെടുത്താൽ ഏടിയാ ചേട്ടാ സ്റ്റൈലായിട്ട് നിൽക്കുക? കുറച്ച് മുന്നിൽ ഇങ്ങനെ മറ്റേ ഇതിങ്ങനെ പൊന്തി നിൽക്കണ്ടേ? ഓ, അവിടെ ഇങ്ങനെ ഇപ്പം പൊന്തി നിൽക്കുന്നില്ല അല്ലേ? ഇല്ല, ഇപ്പൊ എല്ലാം കൂടി ഇങ്ങനെ ചപ്പിയിട്ട് ഇങ്ങനെ ഉള്ളത്. എന്നാല് അതിന്റെ സൈഡില് ഹുക്ക് ഹുക്കിന് ലൂസാക്കാം. ഹുക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഉള്ളില് തുണിയുണ്ട്, തുന്ന തുണി കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒരു തവണയും കൂടി വന്നാൽ ഞാൻ കറക്റ്റ് ഒന്ന് അളവെടുത്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ആ, ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഇത് ബ്ലൗസ് മാത്രല്ല കേട്ടാ ഏഹ് ചേട്ടാ, സ്കേർട്ടിന്റെ ഇതില്ലേ അപ്പൊ ഇത് ആ അതും എടുത്തത് സീറ്റ് തീരെ പാകാവുന്നില്ല. സീറ്റും ടൈറ്റ് ആയിപ്പോയാ? ഉം. അതിന്റെ അരേന്റെ ഇത് സ്ട്രാപ്പ് കെട്ടുന്ന ഭാഗം നാടയൊക്കെ? അതെല്ലാം കുറച്ച് ലൂസ് തന്നെയാണ്, പക്ഷെ ഈ സീറ്റിന്റെ ഭാഗം വരുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പാകാവുന്നേ പോലില്ല. അതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ നിന്റെ നെഞ്ചും നല്ല വണ്ണമുണ്ട്, സീറ്റും നല്ല വണ്ണമുണ്ട്. ഞാൻ അളവെടുത്തിന്, പക്ഷെങ്കില് ശരിക്കും ആ തുണിയിൽ അത് ഒതുങ്ങി കിട്ടുന്നില്ല. അതാണ് ഞാൻ, പക്ഷെ കിട്ടും, ഇരിക്കുമ്പോ പ്രശ്ന അല്ല, നിൽക്കുമ്പോ തന്നെ ടൈറ്റ് ആകുന്നുണ്ടോ സീറ്റ്? ആ, അങ്ങ് പാകായാലല്ലേ ഇടാൻ പറ്റില്ല ചേട്ടാ. അത് നല്ല വണ്ണം കൂടുതലാ. അല്ല, അപ്പൊ ഞാൻ ഇത് സാരിക്ക് ഇത് മാച്ചായിട്ട് സ്കേർട്ട് കിട്ടാതെ കൊണ്ടാ ചേട്ടനെ കൊണ്ട് അടുപ്പിച്ചത്. അതും ഞാന് ഒരു കാര്യം ചെയ്യാം. അതെ, ഒന്നും കൂടി നല്ല വൃത്തിയിൽ അളവെടുക്കണം നേരം. അന്ന് അപ്പൊ ഞാൻ ഞാനിനി എപ്പോഴാ വരേണ്ടത് ചേട്ടൻ്റെ അടുത്ത്? ഇത് എപ്പോഴാണ് കല്യാണത്തിന് മുമ്പ് കൊടുക്കേണ്ടതല്ലേ പറഞ്ഞത്? അപ്പൊ കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം ഇനി 2-3 ദിവസമേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ വന്നോ. നാളെ വന്നാല് വരുമ്പം രാവിലെ തന്നെ പോരി, എന്നാൽ അധികം ആളൊന്നും ഉണ്ടാവില്ല. വൃത്തിയിൽ അളവെടുക്കാം. അന്ന് അളവെടുക്കുമ്പോ നീ അങ്ങനെ പിടിക്കല്ല ഇങ്ങനെ പിടിക്കല്ല എന്ന് പറഞ്ഞോണ്ടില്ല. എനിക്ക് കറക്റ്റ് അളവെടുക്കുമ്പോ അനങ്ങാണ്ട് നിന്നാല് നല്ല വൃത്തിയിൽ അളവെടുത്തിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റും. അല്ല, ചേട്ടൻ ഇങ്ങനെ അളവെടുക്കാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേ എനിക്ക് ഇത് ഇങ്ങനെ കയ്യിലെ തട്ടുമ്പോ ഇക്കിളിയാകുന്ന പോലെ ഉണ്ട്, അതുകൊണ്ടാ.
ഇതെല്ലാം ഒന്ന് സഹിക്കണ്ടേ അളവെടുക്കുമ്പോ? അളവെടുക്കുമ്പോ നമുക്ക് എന്തായാലും തട്ടിപ്പോലും ചെയ്യും. അന്നേരം അങ്ങനെയല്ലേ അങ്ങനെ ഞാൻ എല്ലാവരും അളവെടുത്തിട്ട് അടിക്കുന്നത്. ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. നീ മാത്രമാണ് അളവെടുക്കുമ്പോ ഒരു ചെറിയ ഇത് തിരിയലും പറയാം, അതുകൊണ്ടാണ് അളവ് കറക്റ്റായിട്ട് കിട്ടാതിരുന്നത്. അല്ല, ഈ മുന്നിലത്തെ കഴുത്തില്ലേ, ഈ ഇത് പിന്നെ ഇറക്കം കുറച്ച് കൂടുതലാ. മറ്റേ ഇത് നെഞ്ചിന്റെ ഇതെല്ലാം ഇങ്ങനെ കാണുന്ന വിധത്തില്. അപ്പൊ അതെല്ലാം തന്നെയല്ലേ ഫാഷൻ. അതായത് ബ്ലൗസ് സാരിയൊക്കെ ഉടുത്തിട്ടാകുമ്പോ അത് കാണത്തില്ല. ബ്ലൗസ് കുറച്ച് കഴുത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ അത് കാണാനൊരു സ്റ്റൈല് വേണ്ടേ? അല്ലെങ്കിൽ മൊത്തം മൂടിക്കെട്ടിയ പോലെ ഉണ്ടാവൂലേ? അല്ല, ഞാന് നെറ്റ് സാരിയാ വാങ്ങിയ. അപ്പൊ പിന്നെ കഴുത്തിങ്ങനെ കുഞ്ഞാല് എന്തോ ഒരു പോലെയല്ലേ. അത് ഇത് നിന്റെ ആ ശരീരത്തിന്റെ ഒരു ആകൃതിയും ഷേപ്പെല്ലാം വെച്ചിട്ട് കണക്കായ ഒരു കഴുത്താണ് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയത്. അത് നല്ല രസമുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ ഇട്ട് കഴിഞ്ഞാല്. ചേട്ടനെ ഞാന് ഇട്ടിട്ട് കാണിച്ചു തന്നാല്. എന്നാ വന്നിട്ടാകുമ്പോ എനിക്ക് ആ ബ്ലൗസ് ഇവിടുന്ന് ഒന്ന് ഇട്ട് കാണിച്ചു തന്നാല് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലമുണ്ട്, ഡ്രസ്സിങ് റൂമുണ്ട്. അപ്പൊ സ്കേർട്ട് എങ്ങനെ ഇടുവോ? അതും അടന്ന് ഇടാൻ പറ്റുമോ? അത് നീ ഇട്ട് കാണിച്ചാൽ എനിക്ക് സൗകര്യമായിരുന്നു. അന്നേരം മനസ്സിലാവും എവിടെയൊക്കെ ടൈറ്റ് വരുന്നത്. ഇതിപ്പോ പറയുമ്പോ എനിക്ക് അളവ് ഇപ്പൊ സീറ്റിന്റെ ഈ ബാക്കിൽ മാത്രം ഇങ്ങനെ പിടിച്ചെടുക്കാനല്ലേ പറ്റൂ. ഇട്ട് കഴിഞ്ഞാല് ഭംഗിയായിട്ട് എനിക്കെല്ലാം കണ്ട് ചെയ്യാൻ പറ്റും. എന്നാല് ഞാൻ നാളെ വന്നിട്ട് അത് ഇട്ട് കാണിച്ചേരാ ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 8-8:30 കട തുറക്കും. അപ്പോഴേക്ക് വന്നോ, മറ്റു ജോലിക്കാർ എല്ലാം വരുമ്പോഴേക്ക് അളവെടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവരൊക്കെ ഉണ്ടാവും. അന്നേരം എനിക്കിത് അയച്ച് ഇത് ഇട്ട് കാണിക്കാൻ ചിലപ്പോ മടിയായാലോ, അതായത് കാണാൻ പറ്റൂലല്ലോ. അങ്ങനെ വരാന്നാല്. പിന്നെ അപ്പൊ ഇത് ഇനി ബ്ലൗസിന്റെ ഇതെല്ലാം എങ്ങനെയാ എന്നിട്ട് ശരിയാക്കും? അപ്പൊ കാശ് കൊണ്ടുവരണം നാളെ? ഇനി കാശ് കൊണ്ടുവരണ്ട. അന്ന് ഞാൻ എനിക്ക് കാശ് തന്നില്ലേ. ഇത് ഇത് ശരിയാക്കുന്നതിന് കാശൊന്നും തരണ്ട, അത് ഞാൻ ഫ്രീ ആയിട്ട് ആക്കി തരും. പക്ഷെ അളവെടുക്കുമ്പോ കറക്റ്റായിട്ട് നിന്ന് തരണം. എന്നാല് എന്നിട്ട് ഞാൻ കയ്യോടെ തന്നെ എടുത്ത് ശരിയാക്കി തരാൻ പറ്റുമോ നോക്കാം. കുറച്ച് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. റൂമിലിരുന്ന് നമ്മുടെ ഷോപ്പിൽ തന്നെ ഇരുന്നാലേ ഞാൻ പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ ശരിയാക്കി തന്നാല് എടുത്തിട്ട് പോകാം. അപ്പൊ ചേട്ടൻ ഇത് മുന്നില് മറ്റേ ഇത് ഇങ്ങനെ ഇതായതെല്ലോ ടൈറ്റ് ആയതെല്ലോ ലൂസാക്കാൻ പറ്റൂലേ? ടൈറ്റ് ആയത് ലൂസാക്കാൻ പറ്റും, പക്ഷെ കറക്റ്റ് അതിന്റെ വണ്ണമെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മള് അളവെടുത്ത് പിന്നെ ഒരളവിലങ്ങ് അടിക്കുന്നതല്ലേ, എന്നാൽ അതുകൊണ്ടാണ് ശരിയാകാതെ. ആളെ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോ കിടക്കിടക്ക് അളന്ന് നോക്കാലോ. അപ്പൊ ഇതിന്റെ കപ്പാണല്ലേ, കപ്പ് തന്നെയല്ലേ പറയുക? അതിന്റെ കപ്പ് കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇങ്ങനെ മറ്റേ മൊന പോലെ ഇങ്ങനെ സൂചി പോലെ ആക്കൂലേ മുന്നില്? എടുത്ത് നല്ല എടുത്ത് ഇങ്ങനെ കുത്തനെ നിർത്തിയ പോലെ കിട്ടാനല്ലേ? അതുപോലെ തന്നെ. അതുപോലെ ആക്കി തരണം കേട്ടോ. അതുപോലെ സാരി ഉടുത്താല് ഇത് നല്ല കാണാനൊരു ഭംഗിയുണ്ട്. അതെ, പക്ഷേ നിങ്ങളത് ഭയങ്കര വണ്ണായത് കൊണ്ട് ആണ് പ്രശ്നം. അത്രയും നിൽക്കുമ്പോ നല്ലോണം മുന്നിൽ പൊന്തിയ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഇത് ടൈറ്റാക്കി അടിക്കുന്നത്. കുറച്ച് ഉള്ളിൽ ഒതുങ്ങി നിന്നോട്ട് ടൈറ്റാക്കി അടിച്ചിട്ട് നോക്കുമ്പോ സാരി ഉടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പരത്തി വെച്ച അല്ല, അളവെടുത്തതിനെക്കാണിയും കൂടുതൽ വണ്ണം വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനിപ്പോ കുറച്ച് ഒരു ഉഷാറാകാൻ വേണ്ടിട്ട് ഒരു മരുന്ന് കുടിക്കുന്നുണ്ട്. ഉഷാറാകാൻ വേണ്ടിട്ട് ഒരു ഇങ്ങനെ ശരീരം തടിക്കാനേ. അപ്പൊ ആദ്യം വലുതാകുന്നത് ഇതാണ്. അത് ശരിയാ. അതുകൊണ്ടാന്ന് അല്ല, അന്ന് അളവെടുത്ത കണക്കിന് അത് ശരിയാകേണ്ടത്. അപ്പൊ അതിന് ശേഷം വീണ്ടും അവിടെ വണ്ണം വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഒരാഴ്ച കൊണ്ടല്ലേ ഇങ്ങനെ വണ്ണം വെക്കുന്നുണ്ട്? ഒരാഴ്ചയില്ല, 2 ആഴ്ചയില്ല എന്റെ അടുത്ത് തയ്ക്കാൻ തന്നിട്ട്. അതെ, ഞാന് അത് ഇങ്ങനെ തടി കുറഞ്ഞോണ്ടേ ഇത് മാത്രമേ ഇങ്ങനെ വലുതായിട്ട്
നിൽക്കുന്നത്. അത് സാരമില്ല. നമുക്ക് ഞാൻ കറക്റ്റായിട്ട് അത് അളവെടുത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചുതരാം. അന്നേരം വേണ്ടുന്ന എത്ര പൊന്തണം എന്നുള്ളത് അന്നേരം പറഞ്ഞാൽ മതി. ഞാൻ അളവെടുക്കാൻ വിട്ടാൽ മതി. ഞാൻ കറക്റ്റായിട്ട് എനിക്ക് 2-3 സ്ഥലത്ത് അളവെടുക്കേണ്ടി വരും. അരിയെല്ലാം നല്ല ടൈറ്റ് കണക്കാണ്. അരി അങ്ങനെ തടിച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ വലുതാവുമ്പോ താഴത്തും മേലെയാണ് വലുതാകുന്ന. അത് ഞാൻ ശരിക്കും അളവെടുത്തിട്ട് അടിച്ചു തരാം. പിന്നെ സ്കേർട്ടിന്റെ ഉള്ളിൽ തുണി കുറവായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം.